കലോത്സവ നഗരവീതിയിലെ ഒരു റോഡിലൂടെ പോകുമ്പോൾ ഡ്രംസിൻ്റെയും കീബോർഡിൻ്റെയും തബലയുടെയും സമ്മിശ്രമായ സംഗീതമഴ. ചെറുട്ടി റോഡിലെ ജോലികൾ പുരോഗമിക്കുന്ന ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിൽ നിന്നാണ് സംഗീതം ഒഴുകിയെത്തുന്നത്. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വൃന്ദവാദ്യ ടീം പരിശീലനത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലമാണിത്. കീബോർഡിസ്റ്റ് അക്ഷയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ വയലിനിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡും ലഭിച്ച വിഷ്ണുവുമുണ്ട്. കൂടെ ഹരിഗോവിന്ദ്, കൈലാഷ്, ജോനാഥ്, ടെർവിൻ, ടിൽസൺ എന്നിവരും ഈ സംഗീത സംഘത്തിലുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുന്ന മത്സരത്തിൻ്റെ പരിശീലനം നടത്തുകയാണിവർ. നഗരത്തിലെ തിരക്കേറിയ ചെറുട്ടി റോഡിൽ ജോലികൾ പുരോഗമിക്കുന്ന കെട്ടിടത്തിന് മുമ്പിലാണ് ഡ്രംസിൻ്റെയും തബലയുടെയും വയലിൻ്റെയും സംഗീത വീചികൾ. ഞങ്ങൾ സെൻറ്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങൾ വൃന്ദവാദ്യം ഐറ്റത്തിനാണ് മത്സരിക്കുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ ഹയർ സെക്കൻഡറിയിലാണ്. ഹൈസ്കൂളിൽ ഞങ്ങൾ 3-4 വർഷമായിട്ട് സ്റ്റേറ്റിൽ പങ്കെടുക്കുന്നവരാണ്. പിന്നെ ഹയർ സെക്കൻഡറി ഇപ്രാവശ്യം ഞങ്ങളെ 2 സ്റ്റുഡൻസാണ് പഠിപ്പിക്കുന്നത്, കോളേജിൽ പഠിക്കുന്ന മനുവേട്ടനും ഡോണേട്ടനും. നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. ഇവിടെ അത്ര പ്രശ്നമൊന്നുമില്ല, കുറച്ച് പൊടിയുണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എല്ലാവരും അടുത്തുള്ള ഷോപ്പൊക്കെ നല്ല സപ്പോർട്ടാണ്. അവർ ദിവസവും കേൾക്കുന്നതുകൊണ്ട് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ് ഞങ്ങളുടെ പ്രാക്ടീസ് നടക്കുന്നത്. എറണാകുളം ഹോളിമാത കോളേജിലെ വിദ്യാർത്ഥിയായ ഡോൺ, ദേവഗിരി കോളേജ് വിദ്യാർത്ഥിയായ മനു എന്നിവരാണ് ഇവരുടെ പരിശീലകർ. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുമെന്ന ശുഭ പ്രതീക്ഷയിലാണിവർ. ഇത്തരം കലോത്സവ തനിമയുള്ള കാഴ്ചകൾക്ക് പുറമെ കലോത്സവ വേദികളിൽ എത്തുന്നവർക്ക് കുടിവെള്ളം നൽകുന്ന ഫയർഫോഴ്സ് ജീവനക്കാരെയും കണ്ടു. ഏത് അപകടഘട്ടത്തെയും നേരിടാൻ ഒരുങ്ങി നിൽക്കുന്ന ഇവർ നൽകുന്ന സേവനം ദാഹിച്ചു വലയുന്നവർക്ക് ആശ്വാസം തന്നെയാണ്. ഫയർഫോഴ്സ് സേന കഴിഞ്ഞ തവണ പാലക്കാട് സംസ്ഥാന കലോത്സവം നടക്കുമ്പോഴും ഇത്തരം പ്രവർത്തനം നടത്തിയിരുന്നതായി സ്റ്റേഷൻ ഓഫീസർ റോബി വർഗീസ് പറഞ്ഞു. കലോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 വാഹനങ്ങളാണ് മെയിൻ വേദിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ 30ഓളം ജീവനക്കാർ ഇവിടെ ഡ്യൂട്ടി നോക്കുന്നുണ്ട്. അതുപോലെ സുരക്ഷയെ കൂടാതെ തന്നെ നമ്മൾ കലോത്സവം കാണാനെത്തുന്നവർക്ക് ഒരു ആശ്വാസം പകരുക എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മൾ കുടിവെള്ള വിതരണം നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് വിതരണം നടത്തുന്നുണ്ട്. കൂടാതെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫോട്ടോ പ്രദർശനം, അതുപോലെ ഉപകരണങ്ങളുടെ പ്രദർശനവും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനം. മുൻപ് ഉണ്ടായിട്ടില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ വരുന്നത്. സാധാരണ മറ്റ് കഴിഞ്ഞ പാലക്കാട് കുടിവെള്ള വിതരണം ഉണ്ടായിരുന്നു, മറ്റ് ഫോട്ടോ പ്രദർശനം അതുപോലെ ഉപകരണങ്ങളുടെ പ്രദർശനം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കുടിവെള്ള വിതരണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബോധവൽക്കരണത്തിന് ഒരു ലഘുലേഖ വിതരണം ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സ് സേന കുടിവെള്ളം നൽകുമ്പോൾ പോലീസ് സേനയും വെറുതെ ഇരിക്കുന്നില്ല. ക്രമസമാധാനം നിലനിർത്തുന്നതിനു പുറമെ പോലീസുകാർ വൈകുന്നേരം വരെ കുടിവെള്ളവും അതിനുശേഷം ചുക്കുകാപ്പിയുമാണ് നൽകുന്നത്. ഈ ഉദ്യമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും സാധാ പോലീസുകാരും തുല്യരുമാണ്. കലോത്സവ വേദിയിൽ ആതുര സേവനം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകരെയും കണ്ടു. കലോത്സവ വേദി താൽക്കാലിക കച്ചവട കേന്ദ്രമാക്കി മാറ്റിയ കടല വിൽപ്പനക്കാരൻ, പ്രധാന വേദിയിലെ പൊടിശല്യം മുന്നിൽ കണ്ട് മൂക്ക് മറയ്ക്കുന്ന മാസ്ക് കച്ചവടവുമായി എത്തിയവർ. ഇങ്ങനെ പോകുന്നു കലോത്സവ വേദികളിലെ മറ്റ് കാഴ്ചകൾ.
എല്ലാ കാഴ്ചകൾക്കു പിന്നിലും സേവനത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും യാഥാർത്ഥ്യമാണ് 55ാമത് സ്കൂൾ കലോത്സവ വേദികൾ നമുക്ക് സമ്മാനിക്കുന്നത്.